നമ്മളുടെ ഭയം കാരണം നമ്മൾ കുട്ടിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാതിരിക്കരുത്. കാരണം നിങ്ങളൊരു ടൈമിൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയുന്നതല്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ബ്ലോക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ കിഡ്നിയിൽ യൂറിൻ ബ്ലോക്ക്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പെൽവിയൂറിറ്റിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ അതായത് കിഡ്നിയിൽ നിന്ന് യൂറിൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒരു ബ്ലോക്ക്. അപ്പോൾ ഇത് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിന് സീരിയലായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യണമെന്നും എല്ലാ ഡോക്ടർമാരും പറഞ്ഞും കൊടുത്തിട്ടുണ്ടാവും. ഇത് പ്രത്യേക ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറിയിലോട്ട് പോകേണ്ടി വരും എന്നറിയാം. എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ പ്രത്യേക അളവ് എത്തിയെന്ന് ഒരു സ്കാനിൽ കാണും. അപ്പം ചെല്ലും നമ്മൾ അടുത്ത, അതായത് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം, അടുത്ത സ്കാൻ എന്ന് പറയുമ്പോഴേക്കും പിന്നെ കാണില്ല, ഡിസപ്പിയർ. അത് കഴിഞ്ഞ് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഹ്യൂജ്ലി ഡയലേറ്റഡ്, കിഡ്നിയുടെ ഫംഗ്ഷൻ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊരു 1 ഇയർ മുമ്പ് നമ്മൾ ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ബേബിക്ക് ചിലപ്പോൾ 6 മന്ത്സിലെ സർജറി ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.